ഒരുമിച്ച് ഒരു തൊഴിലാളി വർഗ്ഗം ഉയർത്തുന്ന, അതും സ്ത്രീകൾ നടത്തുന്ന ഒരു സമരം, അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോവേണ്ട ഒരു തൊഴിലാളി സംഘടനയ്ക്കും അവകാശമില്ല. സ്ത്രീകളെ ചേർത്ത് നിർത്തേണ്ട സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുന്നവർ ഇങ്ങനെ അവരെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് മഹാമോശമാണ്. അവർ തന്നെയാണ് അവർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നിർത്തലാക്കേണ്ടതും അവരുടെ ഇമേജ് കീപ്പ് ചെയ്യേണ്ടതും ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്, അല്ലാതെ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശമാരുടെ ഉത്തരവാദിത്വം. നിയമസഭയിലേക്ക് മാർച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും 3-ാം തീയതി നിയമസഭയിലേക്ക് മാർച്ച് ഉണ്ടെന്നാണ് ഞങ്ങളുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. അതിന് ഈ കേരളത്തിലുള്ള മുഴുവൻ ആശാപ്രവർത്തകരെ, അപ്പോൾ CIT പോകുന്നതാണ്, ആരുടെ കൂടെ പോകുന്നവരായിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ ഒപ്പം നിന്ന് അവരും ഞങ്ങളോടൊപ്പം ഈ സമരത്തിലുണ്ടാകണം. ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മിക്ക സംഘടനകളെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യങ്ങൾ നേടിയെടുക്കുക. ഞങ്ങൾ ഒരു മന്ത്രിസഭയെ പൊളിക്കാൻ വേണ്ടിയോ ഒരു മന്ത്രിമാവാൻ മോഹിച്ചോ അല്ല വന്നത്. ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കണം, ഞങ്ങൾക്ക് ജീവിക്കണം, മാന്യമായി ജീവിക്കണം. അതിനുവേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്. അത് ഞങ്ങളുടെ നേതാക്കളാണ് പോയത്. അവർ പറയുന്നത് അവരവിടെ ചെന്ന സമയം ആരോഗ്യമന്ത്രി അവിടെ വീട്ടിൽ കാണാൻ പറ്റില്ല എന്നോ, അതായത് ഇത് അവരുടെ സ്വകാര്യ വസതി അല്ല, ഔദ്യോഗിക വസതിയാണ്, അവിടെ പോയിട്ട് പോലും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞങ്ങളിവിടെ ആരും കാണുന്നില്ല എന്നാണ് അവിടെ നിന്ന് ഒരു പുരുഷൻ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അത് വീണ മന്ത്രിയുടെ ഹസ്ബൻഡാണോ വേറെ ആരെങ്കിലും ആണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ നേതാക്കൾ വന്നത് അവിടെ നിന്നൊരു പുരുഷൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് ആരാണ് എന്താണെന്ന് അറിയില്ല. പോയ നേതാക്കൾക്കറിയാം. അവർ പറയുന്നത് അവിടെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ മടങ്ങി വന്നു. 18 ദിവസം കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ നിങ്ങൾ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഭക്ഷ്യകാര്യ മന്ത്രിയായിരുന്ന C. ദിവാകരൻ സർ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഉൾപ്പെടെ അനിൽ ആന്റണി, ഞാൻ മറ്റുള്ള ഈ 4 പേരുണ്ടായിരുന്ന ഒരു ചർച്ചയിൽ പറഞ്ഞത്, വെറും 5 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി വിചാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമാണ് ഇത്രയും കാലം ഈ സ്ത്രീകളെ ഇവിടെ വെയിലത്തിരുത്തുന്നത് ശരിയല്ല എന്നാണ് മന്ത്രി C. ദിവാകരൻ പറഞ്ഞത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.